കല്യാൺ ജോബെ വന്നതോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടുമെന്ന് കുറച്ചുപേരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാനും സ്വപ്നം കണ്ടവരുടെ കൂട്ടത്തിലാണ്. പക്ഷേ ഒരു തേങ്ങാക്കൊലയും നടക്കാൻ പോകുന്നില്ല എന്നിപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നുണ്ട്. പ്രഫുൽ പട്ടേൽ ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് കല്യാൺ ജോബയുടെ കീഴിലും ഇന്ത്യൻ ഫുട്ബോൾ നശിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു. മികച്ച ക്യാമറ കവറേജ് ഒക്കെ കൊണ്ടുവന്ന് സോണിയിലൂടെ ഐ ലീഗിന്റെ ടെലികാസ്റ്റിംഗ് വരുന്നതോടുകൂടി ഐ ലീഗ് ക്ലബ്ബുകൾക്ക് വളരെ നല്ല സ്പോൺസർഷിപ്പ് കിട്ടും, അവരിലേക്ക് അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പിന്നെ ഒരു പാഷൻ എന്നതിനപ്പുറത്തേക്ക് ബിസിനസ് ബെനിഫിറ്റും കൂടെ ഉണ്ടാകുമ്പോൾ ഐ ലീഗ് ക്ലബ്ബുകൾ കുറച്ചുകൂടി നന്നായിട്ട് വളരും. ISL-ലേക്ക് എത്താൻ വേണ്ടി വളരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കും. ISL-ലെ നടക്കുന്നത് പോലെ തന്നെ തീവ്രമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കാട്ടി തീവ്രമായിട്ടുള്ള പോരാട്ടങ്ങളും ഒരു ആംബിയൻസും എല്ലാം ഐ ലീഗിലും കിട്ടുമെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചതാണ്. സോണിയിലൂടെ ടെലികാസ്റ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞപ്പോൾ മുതൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെല്ലാവരും. കാരണം ഐ ലീഗ് ക്ലബ്ബുകളുടെ അധികൃതരും വളരെയധികം സന്തോഷത്തിൽ തന്നെയായിരുന്നു. കാരണം അവർക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടുമ്പോൾ കൂടുതൽ സ്പോൺസേഴ്സിനെ കിട്ടും, ഫണ്ടേഴ്സിനെ കിട്ടും, ഇൻവെസ്റ്റ്മെന്റ് കിട്ടും, പതിയെ ലാഭത്തിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകിടം പറയുകയാണ്. ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള സാക്ഷി സ്പോർട്സ് നെറ്റ്വർക്ക് ആണ് നമ്മളുടെ ടെലികാസ്റ്റിംഗ് റൈറ്റ്സ് സ്വന്തമാക്കിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ ബിഡാണ് പരിഗണിക്കുന്നത് എന്നാണ് അറിയുന്നത്. അപ്പം അവരുടെ തന്നെ ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ട്, അതിന് നല്ല പേയ്മെന്റും കാര്യങ്ങളൊക്കെ ആവും എന്നാണ് അറിയുന്നത്. അപ്പം സാക്ഷി സ്പോർട്സ് ലിമിറ്റഡിനാണ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് കിട്ടിയെന്നാണ് അറിയുന്നത്. ഈ ഒരു തീരുമാനത്തിനെതിരെ രഞ്ജിത് ബജാജ് ഉൾപ്പെടെയുള്ള ഐ ലീഗ് ക്ലബ്ബുകളുടെ ഉടമകൾ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ TV ബ്രോഡ്കാസ്റ്റിംഗ് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഐ ലീഗ് കളിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ വരുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് വിലക്കും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാൽ പോലും ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഗുണവും ഇല്ലാതെ അവർ എന്തിനിങ്ങനെ കളിക്കുന്നു? ഈ സാക്ഷി സ്പോർട്സ് ലിമിറ്റഡിനകത്തൂടെ കളി കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ OTT പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഈ ഒരു വാർത്ത വന്നെങ്കിൽ അല്ലാതെ നമ്മൾ ആരും അറിയാൻ പോകുന്നില്ല. ബംഗാളി ബേസ്ഡ് ഒരു OTT പ്ലാറ്റ്ഫോമാണ്. അതിനകത്തൂടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ടെലികാസ്റ്റിംഗ് നടക്കുകയാണെങ്കിൽ എത്ര പേര് കാണാനാണ്? ആളുകൾ കണ്ടില്ലെങ്കിൽ എന്തിനാണ് അവർ കളിക്കുന്നത്? ആളുകൾ കണ്ടാൽ മാത്രമേ അവർക്കൊരു പിന്തുണയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. ഇപ്പം ഗൂഗിളത്തിനൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടേണ്ട സമയമാണ്, കിട്ടുന്നുണ്ട്. അത് ഒക്കെ കട്ടയിൽ ചെയ്യാൻ മാത്രമേ ഇത്തരത്തിലുള്ള പരിപാടികൾ ഉപകരിക്കത്തുള്ളൂ. അപ്പം രഞ്ജിത് ബജാജിന്റെ ഒക്കെ ഒരു തീരുമാനം വളരെ നല്ലത് തന്നെയാണ്. കാരണം അവർ ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റിംഗ് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങത്തുള്ളൂ. അല്ലാതെ ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ കുറെ അവന്മാർക്കും അവന്മാരുടെ ബംഗാൾ ലോബിക്കും ഈ ബിസിനസ് ഗ്രൂപ്പിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവരവരുടെ പൈസയും എഫേർട്ടും ഒന്നും കളയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഇവന്മാർ ഈ ഒരു പരിപാടികളുമായിട്ടാണ് ഇങ്ങനെ മുന്നിലോട്ട് പോകുന്നതെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ നാശം അത്ര ദൂരമൊന്നും അല്ല. ഇവന്മാരെല്ലാം കൂടെ ഭരിച്ച് മുടിച്ച് തൊലയ്ക്കും നമ്മുടെ ഫുട്ബോൾ സംവിധാനത്തിനെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം. ഈ വിഷൻ 2045 അല്ലെങ്കിൽ 2047 എന്നൊക്കെ പറഞ്ഞ് 2047 കൂടി നമ്മളെ വലിയ ലെവലിലേക്ക് എത്തിക്കും എന്ന് കല്യാൺ ജോബെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പോക്ക് നശിപ്പിക്കാനുള്ള പോക്കാണ് മക്കളെ.